തൃശൂർ ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന ആൺകുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയ് KP ആണ് മരിച്ചത്. അമ്മയും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു. ഒരാഴ്ച മുമ്പാണ് അമ്മയും 2 മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ചേലക്കരയിലെ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ ആൺകുട്ടിയും മരിച്ചിരിക്കുന്നു. 4 വയസ്സുകാരൻ അക്ഷയ് KP ആണ് മരിച്ചത്. അമ്മയും സഹോദരിയും നേരത്തെ മരിച്ചിട്ടുണ്ടായിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഇവരെല്ലാവരും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അരുണിമ, 2 ആഴ്ച മുൻപ് ശൈലജയുടെ ഭർത്താവ് പ്രദീപ് മരണപ്പെട്ടിരുന്നു. വൃക്ക രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. അതിനുശേഷമാണ് ഈ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് പ്രദീപ് മരണപ്പെട്ടത്. ഇതിലുണ്ടാക്കിയ മനോവിഷമമാണ് പ്രധാനമായും ശൈലജയെ ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമത്തിലേക്കൊക്കെ ഒരാഴ്ച മുൻപ് നയിച്ചതെന്നാണ് വിവരം. മാത്രമല്ല, സാമ്പത്തിക ബാധ്യതയും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൂടിയുള്ള ഒരു മനോവിഷമത്തിലാണ് ശൈലജ മക്കൾക്ക് ഐസ്ക്രീമിൽ വിഷം ചേർത്ത് കഴിച്ചത്. അതിൽ 6 വയസ്സുകാരിയായിട്ടുള്ള ഈ ശൈലജയുടെ മകൾ അണിമ ആണ് ആദ്യം മരിച്ചത്. പിന്നാലെ ചികിത്സയിലായിരുന്ന ശൈലജയും മരണപ്പെട്ടു. ഇവരെല്ലാവരും തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ചികിത്സ. അതിനുശേഷമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി 4 വയസ്സുകാരനായിട്ടുള്ള മകൻ അക്ഷയും മരണത്തിന് കീഴടങ്ങിയത്. ഇന്നലെ രാത്രി 10:30-യോടെയാണ് അക്ഷയ് മരണപ്പെട്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഐസ്ക്രീമിൽ എലിവിഷം ചേർത്ത് കഴിക്കുകയായിരുന്നു എന്നാണ് വിവരം. അതിൽ അക്ഷയ്, ഇന്നലെ മരണപ്പെട്ട അക്ഷയ്, ഒരു പക്ഷേ നേരത്തെ വന്നിരുന്ന വാർത്തകൾ അക്ഷയ് ഈ വിഷം കഴിച്ചതിനെ തുടർന്നുണ്ടായ ബുദ്ധിമുട്ടുകളിൽ നിന്നും വിമുക്തി നേടി രക്ഷപ്പെട്ട് വരികയായിരുന്നു എന്നുള്ളൊരു വിവരമാണ് നേരത്തെയൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ അക്ഷയും ഇപ്പോൾ മരണത്തിന് കിടങ്ങി. ഇതോടെ ഈ കുടുംബത്തിൽ 3 പേർ വിഷം കഴിച്ചും പ്രദീപ് 2 ആഴ്ച മുൻപ് അസുഖത്തെ തുടർന്നും മരണപ്പെട്ട് ഈ കുടുംബത്തിലെ എല്ലാവരും 4 പേരും മരണപ്പെട്ടെന്നുള്ള ഒരു ദാരുണമായ സംഭവം ആണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്നത്. അക്ഷയ് ഒരുപക്ഷെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ളൊരു വാർത്തകളൊക്കെ വന്നിരുന്നെങ്കിലും അക്ഷയും ഈ വിഷം കഴിച്ചതിനെ തുടർന്ന് ഇന്നലെ രാത്രി മരണപ്പെട്ട 4 പേരാണ് ഈ കുടുംബത്തിൽ ഇപ്പോൾ ഇത്തരത്തിൽ മരണപ്പെട്ടത്. 3 പേർ വിഷം കഴിച്ചും പ്രദീപ് വൃക്കരോഗത്തെ തുടർന്നും മരണപ്പെട്ടു. എന്തായാലും അക്ഷയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ നടത്തേണ്ടതുണ്ട്. ഇന്ന് അത്തരം നടപടികൾക്കൊക്കെ ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. അരുണിമ. ശരി. തൃശൂർ ചേലക്കരയിൽ കൂട്ട ആത്മഹത്യാശ്രമത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന ആൺകുട്ടിയും മരിച്ചു. 4 വയസ്സുകാരൻ അക്ഷയ് KP ആണ് മരിച്ചത്. അമ്മയും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു. ഒരാഴ്ച മുൻപാണ് അമ്മയും 2 മക്കളും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.